കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 48 അതെ എന്താ പറയുക യുദ്ധകാന്ഡം 6-ാം സർഗം 48-ാം ശ്ലോകമാണ് ചെയ്തത്. പകുതിയൊക്കെ എടുക്കണം അതിൻ്റെ അത്. അപ്പോൾ ആ പകുതി ശരിക്കൊരു 3 ശ്ലോകം കൂടി ആയാലും അത് ഒന്നിച്ച് വരും. പക്ഷേ ഞാൻ പകുതി നമ്മൾ ചെയ്തത് പറയാം. രാവിലെ ശുദ്ധജലത്തിൽ കുളിയും സന്ധ്യാവന്തനും ഒക്കെ ചെയ്ത ശേഷം ഏകാന്തത്തിൽ സുഖാസനത്തിലിരുന്ന്, അതായത് അഷ്ടാംഗയോഗത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പോവുകയാണ്, സ്റ്റെപ്പ് കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ സുഖാസനത്തിലിരുന്ന് സർവ സംഘപരിത്യാഗിയായിട്ട് ഈ ശബ്ദം മുതലായിട്ടുള്ള ഈ ബാഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ചെവി കണ്ണ് ഇങ്ങനത്തെ ഇന്ദ്രിയങ്ങളെ അടക്കി, അതാണ് പ്രത്യാഹാരം. മനസ്സിനെ പ്രത്യാഹാരം ചെയ്തിട്ട് മനസ്സിനെ പ്രത്യേകാത്മാവിലേക്ക് പതുക്കെ സഞ്ചരിപ്പിക്കുക, അതായത് മനസ്സിനെ ആത്മാവിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് 49 ചെയ്യാം. പ്രകൃതിർഭിന്നമാത്മാനം വിചാരയ സദാനഖ ചരാചരം ജഗൽ അടുത്ത 3 ഒന്നിച്ച് ചെയ്യാം കേട്ടോ. പ്രകൃതിർഭിന്നമാത്മാനം വിചാരയ സദാനഖ ചരാചരം ജഗൽ കൃഷ്ണം ദേഹബുദ്ധീന്ദ്രിയാദികം ആബ്രഹ്മസ്തംഭപര്യന്തം ദൃശ്യത്തെ ശ്രൂയത്തെ ച യദ് സൈഷാ പ്രകൃതിരിത്യുക്ത സൈവമായേതി കീർത്തിത സർഗസ്ഥിതി വിനാശാനം ജഗദ് വൃക്ഷസ്യ കാരണം ലോഹിതശ്വേതകൃഷ്ണാദിപ്രജാഃ സൃജതി സർവദാ. അപ്പോൾ നമുക്ക് അത് ഈ 3 നോക്കാം. പ്രകൃതേ ഭിന്നം ആത്മാനം, അതായത് പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവിനെ, അനഘ ഹേ പാപമില്ലാത്തവനെ, സദാ വിചാരയ എപ്പോഴും വിചാരിച്ചാലും, അതായത് ആത്മാവിലേക്ക് മനസ്സ് തിരിക്കാൻ പറഞ്ഞുവല്ലോ, ആത്മാവിൽ തന്നെ എപ്പോഴും വിചാരിക്കണം. അതായത് ധ്യാനം ആണത്. ആത്മാവിൽ തന്നെ എപ്പോഴും ധ്യാനിച്ചാലും ഈ പ്രകൃതിയിൽ നിന്ന് വിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, പുരുഷനാണ് ആത്മാവ്. ആ പുരുഷനെ തന്നെ സദാ ധ്യാനിച്ചാലും ചരാചരം കൃഷ്ണം ജഗത്, ഈ ചരവും അചരവും ചരാചരമായ ഈ സമസ്ത ജഗത്തും ദേഹ ബുദ്ധീന്ദ്രിയാധികം, ദേഹം ബുദ്ധി ഇന്ദ്രിയങ്ങൾ മുതലായവതും ആ ബ്രഹ്മസ്തംഭപര്യന്തം, ബ്രഹ്മാവ് മുതൽ സ്തംഭം വരെയുള്ളതും ദൃശ്യത്തെ ശ്രൂയത്തെ ചായൽ, ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ യാതൊന്നോ സാ ഏഷ പ്രകൃതി ഇതി ഉക്ത്വ, ആ പരമപുരുഷനല്ലാത്തതിനെ മുഴുവൻ പ്രകൃതി എന്ന് പറയപ്പെട്ടിരിക്കുന്നു. സർഗസ്ഥിതി വിനാശാനാം, ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ജഗത് വൃക്ഷസ്യ, ഈ ലോകമാകുന്ന വൃക്ഷത്തിനും കാരണമാകുന്നു ലോഹിത ശ്വേത കൃഷ്ണാദി പ്രജ, അതായത് ചുമന്നും വെളുത്തും കറുത്തുമിരിക്കുന്ന പ്രജകളെ സർവദാ സൃജതി എപ്പോഴും സൃഷ്ടിക്കുന്നു. എന്താണ് പറഞ്ഞാൽ, മുമ്പ് പറഞ്ഞില്ലേ മനസ്സിനെ ആത്മാവിലേക്ക് സഞ്ചരിപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പരിശുദ്ധ ഭാവത്തോടു കൂടി ഈ പ്രകൃതി ഗുണങ്ങളിൽ നിന്നൊക്കെ വേറിട്ടിരിക്കുന്ന ഈ ആത്മാവിനെ അല്ലെങ്കിൽ പുരുഷനെ എല്ലായ്പ്പോഴും വിചാരം ചെയ്യണം, ധ്യാനിക്കണം. സ്ഥാവരജംഗമങ്ങൾ നിറഞ്ഞ സ്ഥാവരജംഗാത്മകമായ എന്ന് പറയാം, സകല ജഗത്തിനും ശരീരം ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കും ബ്രഹ്മാവ് മുതൽ ആ സ്തംഭം ച പുൽക്കൊടിയാണ്, ആ ബ്രഹ്മാവ് മുതൽ ആ ബ്രഹ്മസ്തംഭ പര്യന്തം എന്ന് പറഞ്ഞാൽ എന്താ, ബ്രഹ്മാവ് തൊട്ട്
പുൽക്കൊടി വരെയുള്ള സകലവും അടങ്ങിയിരിക്കുന്ന ഈ ലോകമാകുന്ന വൃക്ഷത്തിൻ്റെയും ബീജം പ്രകൃതിയാണ്. ഇത് മുഴുവൻ പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാവണത്. പുരുഷൻ ഈ പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കണ ആളാണ്. അപ്പോൾ എന്താ ഇപ്പം ഇതിൽ പറഞ്ഞു വെച്ചാൽ പുരുഷനെ തന്നെ ധ്യാനിക്കൂ. ഈ സ്ഥാവരജംഗമാത്മകമായിട്ടുള്ള സകല ജഗത്തിനും ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അതിനും ഈ ബ്രഹ്മാവ് തൊട്ട് പുൽക്കൊടി വരെയുള്ള സകലമടങ്ങിയിരിക്കുന്ന ഈ ലോകമാകുന്ന വൃക്ഷത്തിൻ്റെയും ഒക്കെ കാരണം ആരാണ്? കാരണമല്ല, ഈ ഇതിൻ്റെയൊക്കെ ബീജം ഏതാണ്? പ്രകൃതിയാണ്. ഈ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും സകലതും പ്രകൃതിയാണെന്നും അതന്നെയാണ് മായ. ഈ ദൃശ്യപ്രപഞ്ചം മായയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണവും ഈ മായ എന്നുള്ള ഗുണങ്ങൾ എടുത്തിട്ടാണല്ലോ. രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പ്രകൃതി മായ സത്വരജസ്തമ പ്രകൃതികളായ പ്രജകളെ, അതായത് അതാണ് കറുത്തും വെളുത്തത് സത്വഗുണം, രജോ ഗുണം ചുവപ്പ്, തമോ ഗുണം കറുപ്പ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏത്? ലോഹിത ശ്വേതകൃഷ്ണാദി പ്രജ എന്ന് പറഞ്ഞത്. അതായത് സത്വം രജസ്തമ പ്രകൃതികളായിട്ടുള്ള ഈ പ്രജകളെ എപ്പോഴും ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതാണതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ 5 കൂടി ഒന്നിച്ച് പറയാച്ചാൽ കാലത്ത് അപ്പോൾ ആ പിന്നെ അഷ്ടാംഗയോഗത്തിലത്തെ ധ്യാനവും ധാരണയും കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ പുരുഷനെ മാത്രമേ ധ്യാനിക്കാവൂ കേട്ടോ. അതായത് പുരുഷനിലേക്ക് നമ്മൾ മനസ്സിനെ തിരിക്കണം, പ്രകൃതിയിലേക്ക് അല്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുഴുവൻ പ്രകൃതിയാണേ. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെയൊക്കെ സൃഷ്ടാവായിട്ടുള്ള ഭഗവാനിലേക്ക് തിരിക്കണം. അതായത് കുളിച്ച് സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് ഏകാന്തത്തിൽ സുഖാസനത്തിലിരുന്ന് സർവസംഘപരിത്യാഗികളായിട്ട് ശബ്ദാദി ബാഹ്യവിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ആ മനസ്സിനെ പ്രത്യേകാത്മാവിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്ക് തിരിക്കണം. എന്നിട്ട് പരിശുദ്ധമായിട്ടുള്ള ഭാവത്തോടെ ഈ പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആ പുരുഷനെ അല്ലെങ്കിൽ ആത്മാവിനെ എപ്പോഴും ധ്യാനിക്കണം. പിന്നെ എന്താ പ്രകൃതി എന്ന് പറഞ്ഞതാണ് ഈ സ്ഥാവര ജംഗമങ്ങൾ, ചരാചരങ്ങളടങ്ങുന്ന ഈ സകല ഈ ലോകത്തിനും, പിന്നെയോ ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അതൊക്കെ പ്രകൃതി നിന്നാണ് ഉണ്ടാവണം. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള ഈ ലോകവൃക്ഷത്തിൻ്റെ തന്നെ ബീജം പ്രകൃതിയാണ്. ഈ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യണ സകലതും പ്രകൃതിയാണ് ദൃശ്യപ്രപഞ്ചത്തിലത്തെ. അതൊക്കെ മായ എന്നും പറയാം. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഈ ജഗത്തിൻ്റെ ഈ 3 ഗുണങ്ങളെ കൊണ്ട് ഭഗവാൻ എടുത്തിട്ടാണ് ചെയ്യണതേ. അപ്പോൾ അതുകൊണ്ടാണ് മായ സത്വരജ സ്തമ പ്രകൃതികളോടുകൂടിയ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ആ 3 വായിച്ച് നമുക്ക് 52 പോവാം. പ്രകൃതിർഭിന്നമാത്മാനം വിചാരയ സദാനഘ ചരാചരം ജഗൽകൃഷ്ണം ദേഹബുദ്ധീന്ദ്രിയാദികം ആ ബ്രഹ്മസ്തംഭപര്യന്തം ദൃശ്യതേ ശ്രൂയതേ ചയാ. ബ്രഹ്മാവ് തൊട്ട് പുൽക്കൊടി വരെ നമുക്ക് കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ സകലതെന്നർത്ഥം. സൈഷ പ്രകൃതിരിത്യുക്ത സൈവമായേതി കീർത്തിത. അതന്നെയാണ് മായാന്നോ പ്രകൃതിന്നോ പറയണത്. സർഗസ്ഥിതി വിനാശാനം ജഗത് വൃക്ഷസ്യ കാരണം. ഈ ജഗത്താവുന്ന വൃക്ഷത്തിന് തന്നെ കാരണം ഈ മായയാണ്. ലോഹിത ശ്വേത കൃഷ്ണാദി പ്രജാഹ സൃജതി സർവദാ. രജസ്തമോ ഗുണങ്ങൾ അടങ്ങി. അതായത് ചിലർക്ക് സത്വ ഗുണപ്രധാനി, അപ്പോൾ വെളുപ്പ് അതാണ് പറയണത്. രജോ ഗുണപ്രധാനികളെ ചുവപ്പ് കൊണ്ടാണ് പറയുക, തമോ ഗുണപ്രധാനികളെ കറുപ്പ് കൊണ്ടാണ് പറയുക. ഇനി അപ്പോൾ അത് കഴിഞ്ഞില്ല. ഇനി 52. കാമക്രോധാദിപുത്രാദ്യാൻ ഹിംസാതൃഷ്ണാദി കന്യകാഹ മോഹയത്യനിശം ദേവം ആത്മാനം സ്വൈർഗുണൈർവിഭും. കാമക്രോധാദിപുത്രാദ്യാൻ, കാമം ക്രോധം മുതലായ പുത്രാദികളോടും പുത്രാദികളെയും ഹിംസാതൃഷ്ണാദി കന്യക, ഹിംസാതൃഷ്ണ മുതലായ കന്യകകളെയും സൃഷ്ടിക്കുന്നു. സൈഹി ഗുണൈഹി, സ്വന്തം ഗുണങ്ങൾ കൊണ്ട് പ്രകൃതിയെ പറഞ്ഞട്ടോ, വിഭും ദേവം ആത്മാനം, സർവവ്യാപിയും പ്രകാശസ്വരൂപനമായ ആത്മാവിനെ അനിശം മോഹയതി. എന്താ മായ ചെയ്യണത്? മോഹിപ്പിക്കുന്നു. ഇത് മായ ചെയ്യണ കാര്യങ്ങളാണ് ഇതിൽ പറയണത്. അതായത്
മായയാണ് ഈ കാമക്രോധ ലോഭ മദമോഹ മാത്സര്യാദി നമ്മുടെ മനസ്സിൻ്റെ വൈരികളെ അവരെയാണ് പുത്രന്മാരാന്ന് പറയണത്. കാമക്രോധാദി വൃത്തികളായ പുത്രന്മാരെയും ഹിംസ, അതായത് എല്ലാവരും കൊല്ലുകയൊക്കെ ചെയ്യില്ലേ, അതെ ദയയില്ലാതെ ഹിംസ, തൃഷ്ണ, അത്യാശ, തൃഷ്ണ ഡിസയർ, ഹിംസ തൃഷ്ണ മുതലായ പുത്രിമാരെയും, കാമക്രോധാദി പുത്രന്മാരെയും ഹിംസ മുതലായ പുത്രിമാരെയും സ്വന്തം ഗുണങ്ങളാൽ സൃഷ്ടിക്കുന്ന മായ, ഈ സത്വരജസ്തമ ഗുണങ്ങളാൽ സൃഷ്ടിക്കുന്ന മായ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്ന ആത്മാവിനെ മോഹിപ്പിക്കുന്നു. എന്താ ആത്മാവിനെ മോഹിപ്പിക്കണ മായ? സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ആത്മാവിനെ മായ മോഹിപ്പിക്കുന്നു. എങ്ങനെ അറിയോ? ആവരണം ചെയ്യും. എന്നിട്ട് ആത്മാവിനെ മോഹിപ്പിക്കുക പറഞ്ഞാൽ എന്താ? ഞാൻ ആത്മാവാണെന്ന് മറപ്പിക്കും. അതിനെ ഇങ്ങോട്ട് മറപ്പിച്ചിട്ട് ഞാൻ ദേഹമാണെന്ന് അങ്ങോട്ട് മോഹിപ്പിക്കും. അതാണ് മോഹിപ്പിക്കണ. മായ എന്താ മോഹിപ്പിക്കണേ? ഞാൻ ആത്മാവാണ് എന്നുള്ള സത്യത്തിനെ മറച്ച് ഞാൻ ദേഹമാണെന്ന് നമ്മളെ മോഹിപ്പിക്കുന്നു. അതാണ് മായ ചെയ്യണത്. പിന്നെ ഈ കാമക്രോധാദി അതിനെയൊക്കെ ഉണ്ടാക്കണതും മായയാണ്. എന്നിട്ട് നമ്മൾ ആത്മാവിനെ മോഹിപ്പിക്കുന്നു. മീൻസ് ആത്മാവ് ഞാൻ ആത്മാവല്ല, ഞാൻ ദേഹമാണെന്ന് മോഹിപ്പിക്കുന്നു. കാമക്രോധാദിപുത്രാദ്യൻ ഹിംസാ തൃഷ്ണാദി കന്യകാഹ മോഹയത്യനിശം ദേവമാത്മാനം സ്വൈർഗുണൈർവിഭും. സ്വന്തം ഗുണങ്ങളെ പറഞ്ഞാൽ സത്വരജസ്തമ ഗുണങ്ങളെ കൊണ്ടാണ്. അതിന്ന് അതീതമായിട്ട് പോയാലേ നമുക്ക് ദേഹാഭിമാനം ഇല്ലാതെ ഉള്ളൂ. ഈ 3 ഗുണങ്ങളുടെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ദേഹാഭിമാനം ഉണ്ട്. ഞാൻ ആത്മാവാണെന്ന് മറപ്പിക്കുകയാണ് മായ. ഇനി 54 മായ എന്താ ചെയ്യണമെന്നാണ് പറഞ്ഞ? പ്രകൃതി ഓർ മായ കേട്ടോ, രണ്ടും പറയൂലോ. ശുദ്ധോപ്യാത്മാ യയായുക്ത അല്ല അപ്പോൾ 52 വായിച്ച്, അല്ല 53 വായിക്കാം. കർത്തൃത്വ ഭോക്തൃത്വ മുഖാൻ സ്വഗുണാൻ ആത്മനീശ്വരേ ആരോപ്യ സ്വവശം കൃത്വാ തേന ക്രീഡതി സർവദാ. പിന്നെന്താ ചെയ്യണേ? കർത്തൃത്വ ഭോക്തൃത്വ മുഖാൻ സ്വഗുണാൻ. കർത്തൃത്വം ഭോക്തൃത്വം മുതലായ സ്വഗുണങ്ങളെ എന്താ അറിയോ? ഞാനാണ് ചെയ്യണത്, ഞാനാണ് അനുഭവിക്കണത് എന്നുള്ള ആ ഭാവത്തിനെയാണ് കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്നത്. ഐ ആം ദ ഡൂവർ, ഐ ആം ദ വൺ ഹു എക്സ്പീരിയൻസസ് ഇറ്റ് എന്ന് നമുക്ക് തോന്നൂല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ നന്നായി ചെയ്താൽ ഞാൻ ചെയ്തതാണ്. അല്ലെങ്കിൽ ഭോക്തൃത്വം, ഇത് ഞാൻ ചെയ്ത് എനിക്ക് കിട്ടിയ സുഖമാണ് ഞാൻ അനുഭവിക്കണം. അതിനാണ് കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്നത്. മുതലായിട്ടുള്ള ഗുണങ്ങളെ ഈശ്വരേ ആത്മനി ആരോപ്യ, ഈശ്വരനായ ആത്മാവിൽ ആരോപിച്ചിട്ട് സ്വവശം കൃത്വ, തൻ്റെ അധീനത്തിലാക്കിയിട്ട് ആത്മാവിനെ ഇങ്ങോട്ട് മറച്ചിട്ടേ മനസ്സിനെ മുഴുവൻ കയ്യിലെടുക്കും മായ. തേന സർവദാ ക്രീഡതി, അവനോടുകൂടി എപ്പോഴും ക്രീഡിക്കുന്നു. ഇങ്ങനെയാണ് മായ ചെയ്യണത്. ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തെ മറത്തിട്ട് ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്ന ഭാവമാകുന്ന സ്വഗുണങ്ങളെ ഈ ശരിക്ക് പൂർണ്ണ സ്വതന്ത്രനായ ആത്മാവിൽ ആരോപിച്ചിട്ട്, പൂർണ്ണ സ്വതന്ത്രനാണ് ആത്മാവ്, പക്ഷെ ആ ആത്മാവിൽ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്നുള്ള ഭാവത്തെ ആരോപിച്ചിട്ട്, അതായത് പ്രൊജക്റ്റ് ചെയ്തിട്ട് മായ എപ്പോഴും ആത്മാവിനോട് ചേർന്ന് ലീല ചെയ്യുന്നു. മായ ആത്മാവിനോട് ചേരുമ്പോഴാവണം ജീവാത്മാവണം. ആത്മാവ് പരിശുദ്ധനാണ്, നിത്യനാണ്, പൂർണ്ണ സ്വതന്ത്രനാണ്. പക്ഷെ മായ ആത്മാവിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എന്താ ഉണ്ടാവണ? അത് ജീവാത്മാവും. അപ്പം എന്താ ചെയ്യണേ? ഞാൻ ദേഹമാണെന്ന് അഭിമാനം. മായ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് ദേഹാഭിമാനം ഉണ്ടായിട്ട് നമ്മളെ ജീവാത്മാവണത്. അല്ലെങ്കിൽ നമ്മൾ പരമാത്മാവ് തന്നെയാണ്. അപ്പം ഈ ബോധം പോയാലേ നമ്മൾ പരമാത്മാവ് തന്നെ, നമ്മുടെ സ്വസ്വരൂപം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതാണ് കർത്താവ് ഭോക്താവ് ഇത്യാദി ഇങ്ങനത്തെ ഭാവം മായയുടെ സ്വന്തം ഗുണങ്ങളാണ്. അതിനെ പൂർണ്ണ സ്വതന്ത്രമായിട്ടുള്ള ആത്മാവിൽ ആരോപിച്ചിട്ട്, അതായത് ആത്മാവിനെ കൊണ്ട് ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നിപ്പിച്ചിട്ട് മായ എപ്പോഴും ആത്മാവിനോട് ചേർന്ന് ലീലകളാടുന്നു. കർത്തൃത്വ ഭോക്തൃത്വ മുഖാൻ സ്വഗുണാനാത്മനീശ്വരേ
ആരോപ്യ സ്വവശം കൃത്വാ തേന ക്രീഡതി സർവദാ. എപ്പോഴും അതാണ് മായയ്ക്ക് പണി. ഇനി 54. ശുദ്ധോപ്യാത്മാ യയാ യുക്തഃ പശ്യതീവ സദാ ബഹി വിസ്മൃത്യ ച സ്വമാത്മാനം മായാ ഗുണവിമോഹിത. ഇതൊക്കെ കാലനേമി പറഞ്ഞു കൊടുക്കണ ഒരു അത്ഭുതം അല്ലേ? ആലോചിച്ച് നോക്കൂ. ശുദ്ധ അഭി ആത്മാ, ശുദ്ധമാണെന്നിരിക്കലും ആത്മാവ് യയായുക്ത ഏതിനോട് ചേർന്നവനായിട്ട്, മായാഗുണവിമോഹിത മായാഗുണങ്ങളാൽ മോഹിക്കപ്പെട്ടവനായിട്ട്, സ്വം ആത്മാനം വിസ്മൃത്യ ആത്മവിസ്മൃതി, ആത്മാവാണ് ഞാൻ എന്ന് മറക്കണമെന്ന്, സദാ ബഹി പശ്യതി ഇവ എപ്പോഴും പുറത്തേക്ക് നോക്കണം. ഇതിനാണ് നമ്മൾ ആ ഒരു പണ്ട് നമ്മളിതിൽ എന്താണ് രാമായണത്തിൽ തന്നെയാണ് പറഞ്ഞതുകൊണ്ട്, അതായത് ഇതിലാണ് നമ്മൾ ആ ഉദാഹരണം പണ്ട് പറഞ്ഞത്. അതായത് ഒരു സ്ഫടികം കൊണ്ടുള്ള നല്ല ക്ലിയറായിട്ടുള്ളൊരു പാത്രം ഒരു ചുമപ്പ് പൂവിൻ്റെ അടുത്ത് വെച്ചാൽ ഈ സ്ഫടികം ചുവപ്പായി തോന്നുമല്ലോ. ശരിക്കും സ്ഫടികം ചുവപ്പല്ല, ആ പൂവ് ചുവപ്പ് കളർ ആരോപിക്കുകയാണതില്ലേ. അല്ലെങ്കിൽ നീല പൂവിൻ്റെ അടുത്ത് വെച്ചാൽ നീല, വയലറ്റ് പൂവിൻ്റെ അടുത്ത് വെച്ചാൽ വയലറ്റ് അല്ലേ? അതുപോലെയാണ് ആത്മാവ്. എന്താ വെച്ചാൽ ശുദ്ധനാണ് ഈ സ്ഫടികം പോലെ. പക്ഷേ ആത്മാവ് ജീവൻ മായാഗുണങ്ങളാൽ മോഹിക്കപ്പെട്ടതുകൊണ്ട് സ്വന്തം സ്വരൂപമായിട്ടുള്ള ആ ശുദ്ധ ബുദ്ധ മുക്ത ഭാവത്തെ മറന്ന് ആ പുറത്തുള്ള ശബ്ദാദി വിഷയസുഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നവനെ പോലെ തോന്നുകയാണ്. ശരിക്കും അനുഭവിക്കുന്നില്ല ആത്മാവ്. പക്ഷേ ഇങ്ങനെ മായയോട് ചേർന്ന് നിന്ന കാരണം, മായാഗുണങ്ങളാൽ മോഹിക്കപ്പെട്ടത് കൊണ്ട് ആത്മവിസ്മൃതി, ഞാൻ ആത്മാവാണ് എന്നുള്ള ഇത് മറന്നിട്ട് സ്വന്തം രൂപത്തെ, ആ ശുദ്ധ ബുദ്ധ മുക്ത, പൂർണ്ണ സ്വതന്ത്രനാണ്, ആ ശുദ്ധ ബുദ്ധ മുക്ത ഭാവത്തെ കംപ്ലീറ്റ്ലി മറന്നിട്ട് ഈ വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നവനാണ്, കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്ന് വിചാരിക്കുകയാണ് മായ കാരണം. അതിതുപോലെയാണ്. ശരിക്കും പൂർണ്ണ സ്വതന്ത്രനും പൂർണ്ണ പരിശുദ്ധനുമാണ്. പക്ഷെ മായയുടെ സാമീപ്യം കൊണ്ട്, മായ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരണത്. അപ്പം മായയെന്ന് അകന്ന് നിന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ആത്മാവാണെന്നുള്ള ആ ബോധം തിരിച്ചു കിട്ടുള്ളൂ. അതാണ് അത്. ശരിക്കും ഈ ഉദാഹരണം വളരെ നന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് സ്ഫടികം എന്തിൻ്റെ അടുത്താണ് വെച്ചാൽ അതിൻ്റെ കളർ സ്ഫടികത്തിന് വരുമല്ലോ. അവിടുന്ന് മാറ്റിയാൽ, ആ പൂവ് അവിടുന്ന് മാറ്റിയാൽ ശുദ്ധ സ്ഫടികമായി. അപ്പം ഇവിടെ ഈ ആത്മാവ് ഈ സ്ഫടികമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ആ പൂവ് ഇതിന് ചുവപ്പാണെന്ന് തോന്നിപ്പിക്കുന്ന ആ പൂവാണ് മായ. അതേപോലെയാണ് നമ്മൾ ശുദ്ധമാണ്, നമ്മൾക്ക് കർത്തൃത്വം ഭോക്തൃത്വം ഒന്നുമില്ല. പക്ഷേ ഈ മായാഗുണങ്ങളുള്ള ഈ മായയുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ കണ്ടാൽ, അല്ല നമ്മൾ തന്നെ കർത്താവും ഭോക്താവും ആണെന്നൊക്കെ, നമ്മൾ ഈ ശുദ്ധ ബുദ്ധം ആൻഡ് കംപ്ലീറ്റ്ലി പൂർണ്ണ സ്വതന്ത്രമായിട്ടുള്ള ആത്മാവാണെന്നുള്ളത് അങ്ങോട്ട് നമ്മൾ മറക്കും. എന്നിട്ട് നമ്മൾ കർത്തൃത്വവും ഭോക്തൃത്വവും കർത്താവും ഭോക്താവും ഒക്കെ ആണെന്ന് വിചാരിച്ച് ശബ്ദാദി വിഷയസുഖങ്ങളെയൊക്കെ അനുഭവിക്കണു. അതായത് ദുഃഖവും സുഖമൊക്കെ അനുഭവിക്കണമെന്ന് വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കണ്ടല്ലേ രാവണന്. ശുദ്ധോപ്യാത്മായ പശ്യതീവ സദാ ബഹി വിസ്മൃത്യ ച സ്വമാത്മാനം. അതാണ് ആത്മവിസ്മൃതി. മായാഗുണവിമോഹിത, നമ്മൾ മായാഗുണങ്ങളാൽ മോഹിപ്പിക്കപ്പെട്ടിട്ട് നമ്മൾ ആത്മാവാണ് എന്ന് നമ്മൾ ശരിക്കും മറക്കുകയാണ്. ഇനി നമുക്ക് 19 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, 55. യഥാ സദ്ഗുരുണായുക്തോ ബോധ്യത്തെ ബോധരൂപിണ നിവൃത്തദൃഷ്ടിരാത്മാനം പശ്യത്യേവ സദാ സ്ഫുടം. ബോധരൂപിണ സദ്ഗുരുണ. ഇനി ബോധസ്വരൂപനാകുന്ന ഒരു സദ്ഗുരുവിനോട് യഥായുക്ത, നമ്മൾക്ക് എപ്പോഴാണ് ഒരു ഗുരുവായിട്ട്, ഗുരുവിൻ്റെ നല്ല ഗുരു കേട്ടോ, നല്ല ജ്ഞാനിയായിട്ടുള്ള അല്ലെങ്കിൽ ജീവൻ മുക്തനായിട്ടുള്ള അല്ലെങ്കിൽ
ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞൊരു ഗുരുവിൻ്റെ സാമീപ്യം നമുക്ക് ഉണ്ടാവുമ്പോൾ ബോധ്യത അത് ഗുരുവിന് നമ്മളെ ബോധിപ്പിക്കാൻ സാധിക്കുമ്പോൾ അപ്പോൾ സാധിപ്പിക്കുന്ന സമയത്ത് തഥാ നിവൃത്ത ദൃഷ്ടി, അപ്പോൾ നമ്മളുടെ ദൃഷ്ടി വേണ്ട പോലെയും, അതായത് നിവർത്തിച്ച ദർശനത്തോടു കൂടിയവനായിട്ട് ആത്മാനം സദാ സ്ഫുടം പശ്യതിയേവ, ആത്മാവിനെ നമുക്ക് സ്പഷ്ടമായിട്ട് കാണാം, ഞാൻ ആത്മാവാണെന്ന്. എന്താ പറയുക വെച്ചാൽ നല്ല ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അറിവ് തന്നെ സ്വരൂപമായിട്ടുള്ള ഒരു സദ്ഗുരു ജീവാത്മാവിനെ, അതായത് ഇങ്ങനെ നമ്മൾ ദേഹമാണെന്ന് വിചാരിക്കുന്ന ദേഹാഭിമാനിയായിട്ടുള്ള ജീവാത്മാവിനെ എപ്പോഴാണ് മായാഗുണങ്ങളിൽ സംബന്ധമില്ല നമുക്കെന്ന് ബോധ്യപ്പെടുത്തുന്നത്, അപ്പോൾ അതായത് നമുക്ക് നമ്മൾ ആത്മാവാണെന്ന് ഒരു സദ്ഗുരു കാരണം ബോധ്യം വരുന്ന ആ മിനിറ്റ് തൊട്ട് ആ സമയം ജീവൻ അന്യവിഷയങ്ങളെ കാണാതെ സ്വന്തം അസ്വസ്വരൂപത്തെ, അതായത് ആ പറഞ്ഞില്ലേ ശുദ്ധ ബുദ്ധ ആ മുക്തമായിട്ടുള്ള ആത്മാവിനെ എപ്പോഴും സ്പഷ്ടമായിട്ട് അറിയാൻ തുടങ്ങും. നിശ്ചയമാണതാണ്. സദാസ്ഫുടം പശ്യത്യേവ. എപ്പോഴാണ് ഒരു സദ്ഗുരു വന്നിട്ട് നമുക്ക് ഈ ദേഹാഭിമാനം ഇല്ലാതെ ഞാൻ ആത്മാവാണെന്ന് ബോധ്യപ്പെടുത്തി തരണത്, ആ നിമിഷം തൊട്ട് നമ്മളൊക്കെ ആ സ്വസ്വരൂപത്തെ നമ്മൾ സ്പഷ്ടമായിട്ട് സദാ കാണും. ഒരിക്കൽ ആ ബോധം ഉണ്ടായ പിന്നെ നമ്മളെപ്പോഴും ആ സ്വസ്വരൂപത്തെ കാണും എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് 2 എണ്ണം ഉണ്ട്, അതും കൂടി ചെയ്യാം. അയ്യോ സാരില്ല, അതും കൂടി ചെയ്യാം. യഥാ സദ്ഗുരുണ യുക്തോ ബോധ്യതേ ബോധരൂപിണ നിവൃത്തദൃഷ്ടിരാത്മാനം പശ്യത്യേവ സദാ സ്ഫുടം. വ്യക്തമായിട്ട് ഇനി 56, 57 കൂടി ചെയ്യാം. ജീവൻ മുക്ത സദാ ദേഹി മുച്യതേ പ്രാകൃതൈർഗുണൈഃ ത്വമപ്യേവം സദാത്മാനം വിചാര്യ നിയതേന്ദ്രിയഃ പ്രകൃതേരന്യമാത്മാനം ജ്ഞാത്വാ മുക്തോ ഭവിഷ്യസി ധ്യാതും യദ്യസമർത്ഥോസി സഗുണം ദേവമാശ്രയ. എന്താ അറിയോ, സദാ ജീവൻ മുക്ത ദേഹി, എപ്പോഴും ജീവൻ മുക്തനായ ദേഹി, അതായത് അങ്ങനെയുള്ള ആത്മാവ്, പ്രാകൃതൈഹി ഗുണൈഹി, അതായത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഗുണങ്ങളാൽ മോചിപ്പിക്കപ്പെടുന്നു. അതായത് ജീവൻ മുക്തനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഗുണാതീതന്മാരാവും. ഈ പ്രകൃതിയുടെ സത്വരജസ്തമ ഗുണങ്ങളിൽ നമ്മൾ മോചിപ്പിക്കപ്പെടും. ത്വം അഭി, നീയും നിയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് സദാ ആത്മാനം വിചാര്യ, അതുകൊണ്ട് നീയും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയിട്ട് ആ ആത്മാവിനെ തന്നെ ധ്യാനിക്കൂ. വിചാര്യ പറഞ്ഞാൽ വിചാരിക്കൂ. പ്രകൃതേഹേ അന്യം ആത്മാനം ജ്ഞാത്വ, പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആ പുരുഷനാണ് ആത്മാവ് എന്ന് അറിഞ്ഞിട്ട്, അതായത് ആത്മാവിനെ അറിഞ്ഞിട്ട് ഞാൻ ആത്മാവാണെന്ന് ബോധ്യമായിട്ട് മുക്ത ഭവിഷ്യസി, മുക്തനായിട്ട് ഭവിക്കും. ധ്യാതും അസമർത്ഥ അസീയത്, ധ്യാനിക്കാൻ നിനക്ക് സാമർഥ്യം ഇല്ലെങ്കിൽ, അസമർത്ഥനാണെങ്കിൽ സഗുണം ദേവം ആശ്രയ, ആ ഗുണസഹിതനായിട്ടുള്ള ദേവന്മാരെ പ്രാർത്ഥിക്കൂ. ആത്മാവിനെ ഇപ്പോൾ ബ്രഹ്മത്തിനെ പരബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ, അതായത് നിർഗുണാണല്ലോ, നിരാകാരനൊക്കെയാണ്, അങ്ങനെ ഒന്നിനെ ധ്യാനിക്കാൻ കഴിയണില്ല വെച്ചാൽ രൂപമുള്ള ദേവന്മാരെ പ്രാർത്ഥിക്കൂ. അതായത് എന്താ പറയുക വെച്ചാൽ അപ്രകാരമുള്ള ഒരു ജീവൻ മുക്തനായിട്ടുള്ള ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് നിധിധ്യാസനാദികളൊക്കെ പിന്നെ ഈ അഷ്ടാംഗയോഗത്തിലത്തെ എല്ലാം അഭ്യസിച്ചിട്ട് സിദ്ധി വരുത്തിയിട്ട് നീ എന്നെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കും. ഒരു സദ്ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി അത് ഉൾക്കൊണ്ട് കഴിഞ്ഞ് നമ്മൾ സാധനകളൊക്കെ ചെയ്ത ആ ഗുരു പറയുന്ന പോലെ എല്ലാം ചെയ്ത് അഭ്യസിച്ച് നിനക്ക് നീയും ജീവൻ മുക്തനാവും. അങ്ങനൊരവസ്ഥയെ പ്രാപിച്ചാൽ ഈ ലൗകിക സുഖ ദുഃഖാദി ബന്ധത്തിൽ നിന്നൊക്കെ നീ മുക്തനാവും. ഞാൻ പറഞ്ഞ രീതി അംഗീകരിച്ച് അങ്ങ് ഇന്ദ്രിയാദി വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിച്ച് എപ്പോഴും ആത്മാവിനെ തന്നെ ധ്യാനിച്ച് പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആ പുരുഷനായിട്ടുള്ള ആത്മാവിനെ തന്നെ അനുഭവമാകുമ്പോൾ നിനക്ക് മുക്തി ലഭിക്കും.
ഞാൻ ഈ പറഞ്ഞ മാതിരി ആത്മാവിനെ ധ്യാനിക്കാൻ, അതായത് നിർഗുണൻ നിരാകാരായിട്ടുള്ള ആത്മാവിനെ ധ്യാനിക്കാൻ നിനക്ക് പറ്റണില്ല എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. സഗുണനായ ഈശ്വരനെ ആദ്യം ആശ്രയിക്കൂ. അതാണ് സഗുണോപാസന ആദ്യം ചെയ്യൂ. നിർഗുണോപാസന ആദ്യം പറ്റുന്നില്ലെങ്കിൽ സഗുണോപാസന ചെയ്യൂ എന്ന് പറയുകയാണ്. അപ്പോൾ അതും കൂടി പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. അതായത് തീർച്ചയായിട്ടും നിനക്കും ആ അവസ്ഥ കൈവരും. ഞാൻ ആത്മാവാണെന്ന് എന്ന അനുഭവമാകുന്ന അവസ്ഥ നിനക്കും വരും. എങ്ങനെ? ഇങ്ങനെ ഈ പരമപുരുഷനെ ധ്യാനിച്ചാൽ. ഇനി അങ്ങനെ പരബ്രഹ്മത്തിനെ, നിർഗുണ നിറകാര ബ്രഹ്മത്തിനെ പറ്റണില്ല വെച്ചാൽ, നിർഗുണ ഭാവം ധ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഗുണദേവന്മാരെ ധ്യാനിച്ചോളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പം നമുക്ക് 56, 57 വായിച്ച് നിർത്താം. ജീവൻ മുക്ത സദാ ദേഹി മുച്യതേ പ്രാകൃതിർഗുണൈ ത്വമപ്യേവം സദാത്മാനം വിചാര്യ നിയതേന്ദ്രിയ പ്രകൃതേരന്യമാത്മാനം ജ്ഞാത്വാ മുക്തോ ഭവിഷ്യസി ധ്യാതും യദ്യസമർത്ഥോസി സഗുണം ദേവമാശ്രയ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമ. ഗുരുവായൂരപ്പ ശരണം.